എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ആം ആദ്മി പാർട്ടിയുടെ 7 രാജ്യസഭാ എം പിമാർ ആം ആദ്മി പാർട്ടി ഉപേക്ഷിച്ച് BJPയിലേക്ക് ചേർന്നിരിക്കുകയാണ്. വലിയ രാഷ്ട്രീയ കോളിളക്കമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആം ആദ്മി പാർട്ടിയിലെ ഏറ്റവും പ്രമുഖനായ ജനശ്രദ്ധേയനായ രാഘവ് ചദ്ദ അദ്ദേഹവും BJPയിലേക്ക് ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ രാഘവ് ചദ്ദയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രധാനമായും ഈ അടുത്ത നാളുകളിൽ നമ്മൾ കേട്ട ചില കാര്യങ്ങൾ ഈ മൊബൈൽ റീചാർജുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഏത് മേഖലകളിലും നമ്മൾ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിക്കുന്നു, എന്തുകൊണ്ട് വോട്ടിംഗ് സമയത്ത് ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചുകൂടാ എന്നൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ, സാധാരണക്കാരൻ നേരിടുന്ന വെല്ലുവിളികളെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് വലിയ ജനപിന്തുണയും കയ്യടിയും നേടിയൊരു വ്യക്തിയാണ് രാഘവ് ചദ്ദ എന്ന വ്യക്തി. വളരെ ചെറുപ്പക്കാരനാണ്, രാഷ്ട്രീയ ഭാവിയുള്ളയാളാണ്. എന്നാൽ ഇവർ കൂട്ടത്തോടെ ഇപ്പോൾ BJPയിലേക്ക് ചേർന്നിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 10 പേരാണ് രാജ്യസഭാ എം പിമാരായിട്ട് ആം ആദ്മി പാർട്ടിയിലുള്ളത്. അതിൽ 7 പേര് ഇപ്പോൾ തന്നെ മാറിയിരിക്കുകയാണ്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പതനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വളരെ പ്രതീക്ഷയോടുകൂടി ആരംഭിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ ആം ആദ്മി പാർട്ടി. അണ്ണാ ഹസാര എന്ന ഒരു വ്യക്തിയാണ് ഇതിൻ്റെ പ്രാരംഭത്തിൽ സമരമൊക്കെ ആയിട്ട് രംഗത്ത് വന്നത്. അവരോട് ചേർന്ന് ഈ സമരത്തിൽ പങ്കാളികളാകുകയും ഒക്കെ ചെയ്തയാളാണ് അരവിന്ദ് കെജ്രിവാളും മറ്റ് പല ആളുകളും. എന്നാൽ അവർ പെട്ടെന്ന് തന്നെ ഡൽഹിയുടെ അധികാരം പിടിച്ചെടുക്കുകയും ഡൽഹിയിൽ വൻ വികസന പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തു. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ, ഇലക്ട്രിസിറ്റി ബില്ല്, കുടിവെള്ള പദ്ധതികൾ, അതുപോലെ മലിനീകരണം, ഇങ്ങനെ വിവിധ രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്തു. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലകളിൽ നല്ല ഉന്നതമായ വിദ്യാഭ്യാസവും നല്ല സ്കൂൾ ബിൽഡിങ്ങുകൾ, നല്ല ആശുപത്രി ബിൽഡിങ്ങുകൾ, അതുപോലെ ട്രാഫിക് ഒഴിവാക്കാനായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഡൽഹിക്ക് വേണ്ടി ചെയ്തയാളാണ്. എന്നാൽ ഞാൻ പല പ്രാവശ്യവും ഡൽഹിയിൽ പോയി അവിടെ 1-2 ആളുകളുണ്ട് നമുക്ക് പരിചയക്കാർ, അവരുടെ അടുത്തൊക്കെ താമസിച്ചപ്പോൾ പല ആളുകളും ഷീല ദീക്ഷിത് എന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അരവിന്ദ് കെജ്രിവാൾ നല്ല പ്രവർത്തനങ്ങളാണ് ഡൽഹിയിൽ ചെയ്തത് എന്നുള്ളതും അവിടെയുള്ള ആളുകൾ പൊതുവെ സമ്മതിക്കുന്ന കാര്യമാണ്. എന്നാൽ എന്തുകൊണ്ടോ ആം ആദ്മി പാർട്ടിയിൽ ആളുകൾ നിൽക്കുന്നില്ല. ഇപ്പോൾ ഈ 7 പേര് അവിടുന്ന് മാറിയിരിക്കുകയാണ്. അപ്പോൾ BJPയുടെ ഭീഷണി നിമിത്തമാണോ, ED അന്വേഷണം വരും എന്ന് ഭയപ്പെട്ടാണോ, അതോ കോടികൾ വാങ്ങിച്ചാണോ BJPയിലേക്ക് ജോയിൻ ചെയ്തത് എന്നുള്ളൊരു ചോദ്യം മുമ്പ് നിൽക്കുമ്പോൾ അതിന് മറുപടിയായിട്ടാണ് രാഘവ് ചദ്ദ അദ്ദേഹം ഈ വാർത്താസമ്മേളനം നടത്തി ഇപ്രകാരം പറയാനായിട്ടിടയായി തീർന്നു. ഞാൻ ആ വാർത്താ സമ്മേളനം മുഴുവൻ കേട്ടു. അദ്ദേഹം പറയുന്നത്, സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പാർലമെൻറ്റിൽ ഉന്നയിക്കുമ്പോൾ എന്നെ നിശബ്ദനാക്കാനായിട്ടാണ് ആം ആദ്മി പാർട്ടി, എൻ്റെ സ്വന്തം പാർട്ടി ചെയ്യുന്നത്. അത് ഭരിക്കുന്ന പാർട്ടി ഒരുപക്ഷെ എന്നെ നിശബ്ദനാക്കാൻ ശ്രമിക്കാം, പക്ഷേ അതിൽ കൂടുതൽ എന്നെ നിശബ്ദനാക്കാൻ പരിശ്രമിക്കുന്നത് എൻ്റെ പാർട്ടി തന്നെയാണ്. അതെന്താണ് കാരണം? അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പാർലമെൻറ്റ് ഉന്നയിക്കേണ്ട ആവശ്യമില്ല എന്ന് ആം ആദ്മി പാർട്ടി ഇദ്ദേഹത്തെ പറയുകയും ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സാഹചര്യം ഈ അടുത്ത നാളുകളിലെല്ലാം ഉണ്ടായി. അത് പത്രത്തിലൊക്കെ വലിയ വാർത്തയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വാസ്തവത്തിൽ ആം ആദ്മി പാർട്ടി തങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് യാതൊരുവിധമായ അധികാരങ്ങളോ അവർക്ക് പാർലമെൻറ്റിൽ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാനായിട്ടുള്ള അവകാശങ്ങളോ അധികാരങ്ങളോ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നേരിടുന്ന വെല്ലുവിളി. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇനി ഈ പാർട്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, വലിയ പ്രതീക്ഷയോടുകൂടി ഞാൻ 15 വർഷമായി
ഈ ആം ആദ്മി പാർട്ടിയിൽ അതായത് ഇതിൻ്റെ ആരംഭം മുതൽ ഇതിൻ്റെ ഒരു ഫൗണ്ടിങ് മെമ്പറായി ഞാൻ പ്രവർത്തിക്കുകയാണ്. ഈ 15 വർഷം ഞാൻ ആം ആദ്മി പാർട്ടിയിൽ ഞാൻ പ്രവർത്തിച്ചു. എൻ്റെ ചോരയും നീരും അധ്വാനവും എല്ലാം ഇതിനു വേണ്ടി ചെലവഴിച്ചു. അതുമാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം ഉന്നത വിദ്യാഭ്യാസമുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അശോക് മിത്തൽ. അദ്ദേഹമൊക്കെ ഉന്നതമായ വിദ്യാഭ്യാസം വിദേശത്ത് 2-3 യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുകയും IITയിലെ പ്രൊഫസറാണ്. ഇങ്ങനെ ഉന്നതമായ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല ഇതിലേക്ക് വന്നത്, മറിച്ച് ഞങ്ങളുടെ രാജ്യത്തെ സേവിക്കുക, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ വന്നത്. എന്നാൽ ആം ആദ്മി പാർട്ടി ആ ചിന്താഗതിയിൽ നിന്ന് മാറി സ്വാർത്ഥന്മാരായി തീരുകയും അവർക്ക് ഇപ്പോൾ രാജ്യ താല്പര്യമല്ല മറിച്ച് വ്യക്തി താല്പര്യമാണ് കൂടുതൽ ഉള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അതുമാത്രമല്ല, കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും രാജ്യത്തിൻ്റെ പുരോഗതിക്കും വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ് പല നല്ല കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ, ഈ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ നഖശികാന്തം എതിർക്കുകയും നല്ലൊരു ഇപ്പോൾ ഈ റീസെൻ്റ്ലി വന്ന വനിതാ സംവരണ ബില്ല് അതുപോലും ഈ പ്രതിപക്ഷ പാർട്ടികൾ അതിനെ എതിർത്ത് നശിപ്പിച്ചു. അപ്പോൾ ഇത്തരം ഒരു പാർട്ടിയിൽ നിന്നതുകൊണ്ട് എന്താണ് ഗുണം? ആം ആദ്മി പാർട്ടി പോലെയുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയുള്ള പാർട്ടിയിൽ നിന്നുകൊണ്ട് എന്ത് ഗുണം? ഇനി ഇവർക്ക് ഈ രാജ്യത്തൊന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. കാരണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു പാർട്ടിയായി അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി മാറി. അതുമാത്രവുമല്ല, യാതൊരുവിധമായ ഭാവി പദ്ധതികളോ രാജ്യതൽപരമായ മറ്റു യാതൊരു കാര്യങ്ങളോ ഇവർ മുമ്പോട്ട് വെക്കുന്നില്ല. അപ്പോൾ രാഘവ് ചദ്ദ പറഞ്ഞത്, രാജ്യത്തിൻ്റെ പുരോഗതിക്കോ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കോ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കാത്ത ഈ ആം ആദ്മി പാർട്ടിയിൽ ഇനി തുടരാൻ പറ്റിയില്ല. ഞങ്ങളുടെ പ്രൊഫഷനുകളൊക്കെ കളഞ്ഞ്, ഞങ്ങൾക്ക് നല്ല ജോലിയൊക്കെ ഉള്ളവരായിരുന്നു, ജോലിയൊക്കെ കളഞ്ഞ് ഞങ്ങൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ശബ്ദം അത് പാർലമെൻറ്റിൽ മുഴങ്ങി കേൾക്കേണ്ടതിന് പകരം ഞങ്ങളെ നിശബ്ദരാക്കാനാണ് ഇവർ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന പാർട്ടി BJP ആണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ്റാണ്. അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ടീമാണ്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും. ഇപ്പോഴെന്തായാലും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശക്തമായ വാർത്തകളും അഭിപ്രായങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ അഭിപ്രായപ്പെടുന്നത് ഈ രാഘവ് ചദ്ദയെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് ചില ആളുകളുടെ ആവശ്യം അവർ മുമ്പോട്ട് വെക്കുന്നത്. കാരണം അത്രയ്ക്ക് പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. അതുപോലെ പ്രഗത്ഭന്മാരായ ഒരു വലിയ ടീമും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ഏതാണ്ട് തീരുമാനമായി കൊണ്ടിരിക്കുന്നു. ഈ തവണത്തെ കേരളത്തിലെ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലും ഏതാണ്ട് തീരുമാനമാകും. വെസ്റ്റ് ബംഗാളിൽ ഒരു സീറ്റ് പോലും, വെസ്റ്റ് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കുകയില്ല. അതുമാത്രമല്ല, വെസ്റ്റ് ബംഗാളിൽ BJP പൂർവാധികം ശക്തിയോടെ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഭൂരിപക്ഷത്തോടുകൂടെ അവിടെ അധികാരത്തിൽ വരും. അപ്പോൾ മമതാ ബാനർജിയുടെ ആളുകൾ നടത്തുന്ന ഗുണ്ടാവിളയാട്ടങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമായി തീരുന്നു. ഈ രാജ്യസഭാ MP-മാരായിട്ടുള്ള 7 പേർ BJPയിലേക്ക് ചേർന്നത്. ഇനി നമുക്ക് നോക്കിയിരുന്ന് കാണാം ഈ ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥ എന്തായിത്തീരും എന്നുള്ളത്. എന്തായാലും ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തെ രക്ഷിക്കാൻ, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് BJP ഗവൺമെൻറ് മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്ത ഇന്ത്യയിലുള്ള ജനങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്.